മറച്ചുവെച്ചതും മറഞ്ഞു നിന്നവരും വെളിച്ചത്ത് വന്നു. സാക്ഷാൽ പോലീസ് DGയുടെ ചെറു സാക്ഷ്യത്തോടെ. ഇനിയും പലത് വെളിച്ചത്തു വരാനിരിക്കുന്നു. കഷ്ടിച്ച് ഏതാനും വാക്കുകളെ DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞതുള്ളൂ. അതും വിരമിക്കുന്നതിന് മണിക്കൂറുകൾ മാത്രം മുമ്പ്. കേരളം ഇസ്ലാമിക ഭീകരവാദികളുടെ ഹബ്ബായിരുന്നു, അവരുടെ ആളെടുപ്പു കേന്ദ്രം. അത് നിയന്ത്രിച്ചു. എങ്കിലും അലംഭാവം പാടില്ല. ഇപ്പോഴും അവരുടെ സ്ലീപ്പർ സെല്ലുകൾ ഇവിടെയുണ്ട്. പക്ഷേ അതത്ര ചെറിയ സാക്ഷ്യമല്ലെന്ന് ഒട്ടും വൈകാതെ തെളിഞ്ഞു. മണ്ണിൽ പൂണ്ടിരുന്ന പല തലകളും പ്രതീക്ഷിക്കാത്ത വേഗത്തിൽ പൊന്തി വന്നു. ഇസ്ലാമിക ഭീകരവാദികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും നീരാളിക്കൈകളെ തോൽപ്പിക്കുന്ന സൂപ്പർ സെൻസിറ്റിവിറ്റി. DGP പറയാതെ തന്നെ ഏതു കേരളീയർക്കും അറിയാം ഇവിടെ ഇസ്ലാമിക ഭീകരവാദികളുടെ പ്രവർത്തനമുണ്ടെന്ന്. ശ്രദ്ധയിൽപ്പെടാത്ത വിധം അവരുടെ സമാധി സെല്ലുകളും ഉണ്ടെന്ന്. പേര് ISO എന്തോ ആകട്ടെ, ഇസ്ലാമിക രാഷ്ട്ര ഭീകരത തന്നെയാണ് അവരുടെ ലക്ഷ്യവും മാർഗവും. കേരളത്തിൽ നിന്ന് 21 കുടുംബങ്ങളെ അവർ കുടുക്കിലാക്കിയത് രാജ്യത്തിനറിയാം. 4 മലയാളി യുവതികൾ തീവ്രവാദികളുടെ പട്ടികയിൽ അഫ്ഗാൻ തടവിലുള്ള കാര്യം രാജ്യാന്തര വർത്തമാനവുമാണ്. ഇതൊന്നും DGP പറഞ്ഞതല്ല. പക്ഷേ ഇതുവരെ പ്രതികരണത്തിന് മുതിരാതെ പതുങ്ങി നിന്ന വിഭാഗങ്ങൾ DGPയുടെ വാക്കുകൾ പുറത്തു വന്നയുടനെ പ്രതികരിക്കാനെത്തി. അവർ ആരൊക്കെയെന്ന് നോക്കൂ. ഒരു വശത്ത് തീവ്രവാദികളുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് പലരും ആരോപിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് വിഭാഗത്തിന്റെ പ്രതിനിധി, മറുവശത്ത് സെക്കുലർ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ മുഖമെന്ന് ഭാവിക്കുന്ന മുസ്ലിം ലീഗിന്റെ ഇളമുറക്കാരനായ പ്രതിനിധിയും. ഈ വിഭാഗങ്ങളെ ഒന്നാം നിരക്കാർ വാ തുറന്നിട്ടില്ല. അവർ കനപ്പെട്ട മൗനം പാലിച്ച് തങ്ങളിൽ എളിയവരെ കൊണ്ട് പറയിക്കുന്നു. പ്രതികരണങ്ങളോടുള്ള പ്രതികരണം അറിയാൻ കാത്തു നിൽക്കുന്നു. ഒന്ന് വ്യക്തമായി, ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ ഭാഗമായ ആരും ഭീകരതയ്ക്കെതിരായ ഏത് വെളിപ്പെടുത്തലിനെതിരെയും രംഗത്തു വരും. മുസ്ലിം ലീഗ് ആയാലും മതതീവ്രതയുടെ വക്താക്കൾ പിന്നണിയിൽ ഇരുന്ന് കാര്യങ്ങൾ നീക്കും. ഇതുവരെ വാ തുറക്കാത്തവർ DGPയുടെ വാക്കുകളോട് പ്രതികരിക്കാൻ എന്താണ് കാരണം? ഇത് ഔദ്യോഗികതയുള്ള ആദ്യ വെളിപ്പെടുത്തൽ ആണെന്നത് തന്നെ, ആധികാരികതയുമുള്ള വെളിപ്പെടുത്തൽ. ഇതുവരെ ഇക്കാര്യം പറയുന്നവരെ ഹിന്ദുത്വവാദികൾ എന്നാക്ഷേപിച്ച് നിസ്സാരമായി രക്ഷപ്പെടുകയായിരുന്നു ഇസ്ലാമിക രാഷ്ട്രീയ പക്ഷം. ഇടയ്ക്കൊക്കെ ലവ് ജിഹാദ് പോലുള്ള കെണികളാൽ ദുരന്തത്തിന് ഇരകളാക്കപ്പെട്ട ക്രൈസ്തവരുടെ ഒറ്റപ്പെട്ട നിലവിളികൾ മാത്രം. അതെല്ലാം ആരണ്യരോധന മാത്രമായി. കേൾക്കാൻ ഒരു രാഷ്ട്രീയ പക്ഷവും കക്ഷിയും വന്നില്ല. ആക്ഷേപം നിഷേധിക്കാൻ അവർ തിടുക്കപ്പെട്ട് ചാടി വീഴുകയും ചെയ്തിരുന്നു. പോലീസ് മേധാവി പറഞ്ഞതുകൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ വിവാദമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പോപ്പുലർ ഫ്രണ്ടിനായാലും മുസ്ലിം ലീഗിനായാലും അറിയാം. കാരണം ഇരുപക്ഷത്തുമായി എല്ലാ രാഷ്ട്രീയ പ്രമുഖരും തങ്ങൾക്കൊപ്പമുണ്ടെന്ന് അവരോളം അറിയാവുന്ന മറ്റാരുമില്ലല്ലോ. വേറെ ഏത് വിഷയത്തിൽ പരസ്പരം പോരടിച്ചാലും ഇക്കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം ആക്രമിക്കുകയില്ല, വിഷയം പരാമർശിക്കുക പോലുമില്ല. രണ്ടു കൂട്ടരും ഇസ്ലാമിക സംഘങ്ങളോട് ഒട്ടിയും അവരെ താങ്ങിയും നിൽപ്പുണ്ട്. എന്നിട്ടും DGPയുടെ വാക്കുകൾ ഇസ്ലാമിക ന്യായീകരണക്കാർ അവഗണിക്കാതിരുന്നത് ഇതൊരു തുടക്കമായേക്കാമെന്ന സംശയത്താലാണ്. ഡൽഹിയിലും എത്തിയേക്കാവുന്ന ശബ്ദം. അവിടം ഭരിക്കുന്നവർ ഈ ശബ്ദത്തിന് കാതോർത്താലോ കേരളം ഭീകരവാദികളുടെ ഹബ്ബാണെന്നതും സിറിയയിലും മറ്റും നിന്ന് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ വിദ്യാർത്ഥികളായി കേരളത്തിലുണ്ടെന്നതും തമ്മിൽ ബന്ധമുണ്ടോ? വിവാദം തീർച്ചയായും അത്തരമൊരു അന്വേഷണം വേണമെന്ന ആവശ്യത്തിലേക്കും മറ്റു പലതിലേക്കും വഴി തുറന്നേക്കാം. കേന്ദ്ര സർക്കാർ അതിന് ചെവി കൊടുത്താൽ, അന്വേഷണം ഉണ്ടായാൽ അത് കനത്ത അസൗകര്യം സൃഷ്ടിക്കും നിരവധി പേർക്ക്. ഈ നാഴിക വരെ പൊതുസമൂഹം അറിഞ്ഞിട്ടില്ലാത്ത പലതും വെളിപ്പെട്ടേക്കാം. അത്തരം രഹസ്യങ്ങൾ സംരക്ഷിക്കാനാണോ മിന്നൽ പ്രതികരണം ഉണ്ടായത്? ആകാം. കൂടാതെ തങ്ങളെ താങ്ങുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ മുഖം ജനങ്ങളുടെ മുൻപിൽ വിരൂപമാകാതെ നോക്കുക എന്നതും അവരുടെ ആവശ്യമാണ്. മിന്നൽ പ്രതികരണത്തിന് പിന്നിൽ അതും ലക്ഷ്യം. എന്തായാലും പ്രതികരണങ്ങൾ ഏറെ കൗതുകകരം തന്നെ. ഒരാൾ പറയുന്നു, DGPയുടെ പ്രസ്താവന നിമിത്തം സംസ്ഥാനത്ത് ഇസ്ലാം വിരുദ്ധത രൂപപ്പെട്ടു എന്ന്.
എന്തൊരു വിചിത്രവാദം, എത്ര ബാലിശം! DGP പറഞ്ഞതിന് ശേഷം 20-30 മണിക്കൂർ കൊണ്ട് കേരളത്തിൽ ഇസ്ലാം വിരുദ്ധത പുളിച്ചു പൊങ്ങി പോലും. അങ്ങനെ മിസൈൽ വേഗത്തിൽ വരുന്ന ഇസ്ലാം വിരുദ്ധതയുണ്ടോ? ഇക്കാര്യത്തിൽ ആ വക്താവ് ഏറെ ബന്ധപ്പെടേണ്ടതില്ല. അദ്ദേഹത്തിന് നന്നായി അറിയാം. ലവ് ജിഹാദും മതമാറ്റലും ഭീകര സംഘത്തിലേക്കുള്ള ആളെടുപ്പും മറ്റും നിമിത്തം കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ഇസ്ലാമിക ഭീകരതയോട് ജനിതകമായ അകൽച്ചയും വെറുപ്പുമുള്ളവരാണെന്ന്. അത് സാധാരണ മുസ്ലിങ്ങളോടുള്ള വിരോധമല്ല, പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് കയ്യടി കൊടുത്തു പോകുന്ന പാസീവ് ഇസ്ലാമിക കൂറിനോടുള്ള വിരോധവുമല്ല. അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ സാധാരണക്കാരെ രാജ്യവിരോധികളായി ആരും കാണുന്നുമില്ല. ഭീകരവാദികളുടെ മതഗ്രന്ഥ വ്യാഖ്യാനങ്ങളൊന്നും തിരിച്ചറിയാതെ സാധാരണ മുസ്ലിങ്ങൾ എത്രയോ നൂറ്റാണ്ടുകളായി ഇവിടെ മറ്റുള്ളവർക്കൊപ്പം നല്ല അയൽക്കാരനായി ജീവിക്കുന്നു. അതേസമയം ഇസ്ലാമിൻ്റെ പേരിലുള്ള സാഹോദര്യം മുതലെടുത്തും ഭയപ്പെടുത്തിയും സാധാരണ മുസ്ലിങ്ങളെ കൂടി വഴി തെറ്റിക്കുന്ന ഇസ്ലാമിക ഭീകരവാദികളെ ജനമനസ്സ് വിരോധിക്കുന്നു. ഈ സാഹചര്യം ഉണ്ടായത് എന്നാണ്? ഇവിടുത്തെ ഇസ്ലാമിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മത തീവ്രവാദ നേതൃത്വവും വിദേശ പണം പറ്റി കേരള സമൂഹത്തിലേക്ക് മതഭീകരത ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയ ശേഷം മാത്രം. DGPയുടെ വാക്കുകൾ ഒരു സമുദായത്തെ മുഴുവൻ സംശയത്തിന്റെ നിഴലിലാക്കിയെന്നാണ് ഇളമുറ മുസ്ലിം നേതാവിന്റെ ആക്ഷേപം. അതിന് എന്തടിസ്ഥാനമാണുള്ളത്? IS എന്നൊരു പേര് മാത്രമേ DGP പറഞ്ഞിട്ടുള്ളൂ. ISനെ അത് പിറന്ന പശ്ചിമേഷ്യയിലെ പല മുസ്ലിം സമൂഹങ്ങളും മുസ്ലിം രാഷ്ട്രങ്ങളും തന്നെ തള്ളി പറയുകയും എതിർക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ISനെ പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനാകെ എതിരാകുന്നത്? മുസ്ലിം സമുദായത്തെ അവരറിയാതെ ISനോട് ഇത്രമാത്രം ചേർത്ത് പിടിക്കണോ എന്ന് മുസ്ലിം കക്ഷിയിലുള്ളവർ തന്നെ ചിന്തിക്കട്ടെ. അതല്ല, സ്വന്തം സമുദായത്തെ സംശയ നിഴലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാണ് ആഗ്രഹമെങ്കിൽ സർക്കാരുകൾ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി സത്യം തെളിയിക്കണമെന്നവർ ചങ്കൂറ്റത്തോടെ ആവശ്യപ്പെടുകയല്ലേ വേണ്ടത്?